നൗഫൽ, പുതിയതായിട്ടുള്ള എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് മുന്നിലേക്ക് കടന്നു വരുന്നത്? വിജി, അയത്തുള്ള ഖമനിയുടെ മരണം ഔദ്യോഗികമായി ഇറാൻ സ്ഥിരീകരിക്കുമ്പോഴും ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ വലിയ അഭിമാനത്തിൽ അത് ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. അപ്പോഴും ഇറാൻ അത് അംഗീകരിക്കാൻ, അത് യാഥാർത്ഥ്യമാണെന്ന് പറയാൻ അവരതിന് ശ്രമിച്ചിരുന്നില്ല. പിന്നീട് ഔദ്യോഗികമായി ഇറാൻ്റെ മാധ്യമങ്ങളാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. അത്തരത്തിൽ അവർക്ക് നഷ്ടമായിരിക്കുന്നത് അവരുടെ പരമോന്നത നേതാവിനെ തന്നെയാണ്. ഖമനി എന്ന് പറയുന്നത് വെറുമൊരു വ്യക്തിയല്ല, ആ രാജ്യത്തിൻ്റെ തലവനാണ്. അപ്പോൾ അത് അവർക്കുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഏറ്റവും വലുത് തന്നെയാണ്. കൊച്ചു കുട്ടികളെ ഉൾപ്പെടെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. സർവനാശം, അതായത് അന്താരാഷ്ട്ര ലംഘനങ്ങൾ നടത്തിക്കൊണ്ട് ഇറാൻ്റെ മേലുള്ള കൈകടത്തൽ അമേരിക്കയും ബെഞ്ചമിൻ നെതന്യാഹുവും നടത്തുമ്പോൾ അതിൻ്റെ ഇറാൻ്റെ ഏറ്റവും തലപ്പത്തുണ്ടായിരുന്ന ഒരാളെ തന്നെ ലക്ഷ്യം വയ്ക്കുന്നതിലോടുകൂടി അവർ ലക്ഷ്യം വെച്ചത് അവരുടെ സമ്പൂർണ്ണമായ പതനം തന്നെയാണ്. എന്നാൽ ഇറാൻ ഇതിനിപ്പോൾ മറുപടി നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 747 നിലവിലെ ഇത് പ്രകാരം 747 പേർക്ക് പരിക്കേൽക്കുകയും 201 പേരേറെ കൊല്ലപ്പെടുകയും ചെയ്യുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ GCC കൺട്രികൾ രാജ്യങ്ങളിലേക്ക് ഉൾപ്പെടെ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുകയാണ്. UAE ഉൾപ്പെടെ ബഹ്റൈൻ ഉൾപ്പെടെയുള്ള എയർപോർട്ടുകൾ ആക്രമിക്കപ്പെടുന്നു. അവരുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യം വയ്ക്കുമ്പോഴും അത് ബാക്കിയുള്ളവരെ, നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവരെ ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിമറിയുന്നു. അപ്പോൾ ഇതിൽ മറ്റ് രാജ്യങ്ങളുടെ ഇടപെടൽ അടിയന്തരമായി ഉണ്ടാകുന്നു. ആഗോള പ്രശ്നമായി ഈ യുദ്ധം മാറുകയാണ്. അതിൻ്റെ അർത്ഥത്തിലാണ് തുടക്കത്തിൽ തന്നെ, ഈ യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ ഖമനിയെ വധിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അമേരിക്കയും ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇറാന് ഏറ്റ പ്രഹരം വളരെ വലുതാണ്. ചോദ്യം ചെയ്യപ്പെടാത്തൊരു നേതാവിനെ, അമേരിക്കയുടെ ഏറ്റവും വലിയ വിമർശകനായിരുന്ന ഒരു നേതാവിനെ നശിപ്പിക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഉൾപ്പെടെ ഇല്ലായ്മ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് അമേരിക്കയുടെ ഏറ്റവും വലിയ കാര്യമാണ്. ഖമനി എന്ന് പറയുന്നത് ഇറാൻ്റെ എക്കാലവും വലിയ സമുന്നതനായൊരു നേതാവായിരുന്നു. ഒരു ഷിയ ഇതിൻ്റെ നേതാവ് വേണമെങ്കിൽ പറയാം. മതപഠനത്തിലും രാഷ്ട്രത്തിൻ്റെ കാര്യത്തിലും എല്ലാം ഒരുപോലെ ഊന്നൽ നൽകിക്കൊണ്ട് ആ രാജ്യത്തിന് നേതൃത്വം കൊടുത്തൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ തകർക്കുക എന്നുള്ളത് അമേരിക്ക ഏറ്റവും വലിയ ലക്ഷ്യമായി കാണുകയും അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങളെ അമേരിക്ക നിരീക്ഷിക്കുകയും അത് സാധ്യമാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിലൂടെ ബാക്കിയുള്ളവർ, ഇത് ശ്രദ്ധിക്കുന്നവർക്ക് ഇറാൻ്റെ ഒരു തുടക്കത്തിലെ തന്നെ ഒരു പതനമാണ് കാണുന്നത്. അത്തരത്തിൽ ഇനി പിടിച്ചു നിൽക്കുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമാണ്. അത്തരത്തിൽ ആര് ഇനി പിൻഗാമിയായി വന്നാലും അവരാൽ കഴിയുന്ന ഏറ്റവും എല്ലാ സന്നാഹവും ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കും. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്കും ലോകത്തെ തന്നെ സാമ്പത്തികമായി ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വിജി, അതായത് നൗഫൽ, അല്പം മുമ്പ് ട്രംപ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ച ഒരു വരി കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും ക്രൂരരായ വ്യക്തികളിൽ ഒരാളായ ഖമനേയിയാണ് കൊല്ലപ്പെട്ടത് എന്ന് ട്രംപ് പറഞ്ഞു വെക്കുമ്പോൾ, അതായത് അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ട്രംപിനെ ആരൊക്കെയാണോ എതിർക്കുന്നത് അവരുടെ നാശമാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ക്രൂരരായ വ്യക്തികളിൽ ഒരാളായ ഖമനേയി കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അടുത്ത ആരെയോ അദ്ദേഹം നോട്ടമിട്ട് വെച്ചിട്ടുണ്ട് എന്നതും കൂടെ ഈ വരികളിലൂടെ വ്യക്തമാണ്. ഇത്തരത്തിൽ ട്രംപിന്റെ ഒരു ക്രൂരത തുടരുന്നൊരു സാഹചര്യം, ആ സാഹചര്യത്തെ എങ്ങനെയാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടത്? തീർച്ചയായും നമ്മൾ മുമ്പേ തന്നെ കണ്ടതാണ്. ഫലസ്തീൻ ഹമാസ് വിഷയം വന്നപ്പോഴുള്ള ട്രംപിൻ്റെ സമീപനം, വെനിസ്വേലയ്ക്കല്ല നിക്കോളാസ് മഡൂറോയെ കൊണ്ടുപോയപ്പോഴുള്ള സമീപനം, ഇപ്പോൾ എതിർക്കുന്നവരെല്ലാം ഇല്ലായ്മ ചെയ്യുക എന്നുള്ളൊരു ഏകാധിപത്യ നിലപാടിലേക്ക് അമേരിക്ക കാലവും അതങ്ങനെ തന്നെയാണ്, ചിലരൊഴിച്ചാൽ. അപ്പോൾ ട്രംപിൻ്റെ നിലപാട് ഇത്തരത്തിൽ എതിർക്കുന്നവരെ നശിപ്പിക്കുക, ഒരു ഏകാധിപത്യമായി ഇടപെടുക എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൂട്ടുപിടിച്ച് ഇരുവരും തമ്മിൽ ചേർന്നുകൊണ്ട് ഇറാനെ നശിപ്പിക്കുകയും അതിനുവേണ്ടി ലക്ഷ്യം വയ്ക്കുകയും, നേരത്തെ വിജി പറഞ്ഞതുപോലെ ഇറാൻ്റെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ക്രൂരനായ ഒരാൾ കൊല്ലപ്പെടുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യം വീണ്ടെടുക്കാൻ ഉള്ളൊരു അവസരം എന്നാണ് ട്രംപ് കുറിച്ചിരിക്കുന്നത്. അതായത് ഇറാൻ്റെ നാശം, ഇറാൻ്റെ രക്ഷപ്പെടൽ ഖമനിയുടെ ഇല്ലാതാകലിലൂടെ എന്നാണ് ട്രംപ് നൽകുന്ന സന്ദേശം. എന്നാൽ ഇറാൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഖമനി എന്ന് പറയുന്നത് അവരുടെ പരമോന്നതനായ ഒരു നേതാവാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ അവസാന വാക്കാണ് അദ്ദേഹം, അതിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെയുള്ള ഒരു നേതാവിനെ സംബന്ധിച്ച് നഷ്ടപ്പെടുമ്പോൾ ട്രംപിൻ്റെ വാക്കുകൾക്ക് ഇറാൻ ജനത യാതൊരു വിലയും നൽകുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരാളെ
നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ മറ്റാരെയൊക്കെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്? ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ, ആ രാജ്യത്തിൻ്റെ ഭരണാധികാരി, അതിൻ്റെ ഭരണം കൈയാളുന്നവരുൾപ്പെടെയുള്ളവരുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട മേഖലകൾ, അതിൻ്റെ എല്ലാ സാമ്പത്തിക സ്രോതസ്സും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ എണ്ണ കരാർ ഉൾപ്പെടെ, എണ്ണ കമ്പനികൾ ഉൾപ്പെടെ, അതിൻ്റെ ആയുധ കരാർ ഉൾപ്പെടെ, ആയുധ ശേഖരം ഉൾപ്പെടെയുള്ളവയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. സർവനാശമാണ് ട്രംപും നെതന്യാഹുവും ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി വീണ്ടും ആവർത്തിച്ച് പറയുന്നതാണ്, ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവരെ പോലെ, അല്ലെങ്കിൽ ഒരു നേതാവിനെ, അവരുടെ രാഷ്ട്രത്തലവനെ നഷ്ടപ്പെട്ട സ്ഥിതിക്ക് തിരിച്ചടിയുടെ പ്രത്യാഘാതം അത്രമേൽ വലുതായിരിക്കും. വിജി.